നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ഭരണം UDF-ന് ചെയർമാനായി കെ ദീപക്. വിജയം 12-നെതിരെ 14 വോട്ടുകൾക്ക്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന BJP-യുടെ 8 അംഗങ്ങൾ. നീന്തൽക്കുളത്തിൽ മുങ്ങി 7 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടം കോഴിക്കോട് കക്കാടംപൊയിലെ റിസോർട്ടിൽ. മരിച്ചത് കൂട്ടിലങ്ങാടി സ്വദേശി അഷ്മിൽ. വർക്കല പാപനാശത്ത് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ച ടൂറിസം വകുപ്പ്. പുതിയ പാലം മുൻപ് അപകടമുണ്ടായിടത്ത് തന്നെ. നടപടി പഠനത്തിന്റെ ഭാഗമായിട്ടെന്ന് വിശദീകരണം. തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. CPM നിയന്ത്രണത്തിലുള്ള സംഘത്തിൽ അനധികൃതമായി സ്വർണ്ണപ്പണയ ഇടപാടെന്നും ആക്ഷേപം. പ്രതിഷേധത്തിനൊരുങ്ങി നിക്ഷേപകർ. നിലമ്പൂർ ഉൾക്കാട്ടിൽ 3 3 കാട്ടാനകൾ ചരിഞ്ഞ നിലയിൽ. അസ്വാഭാവികത ഒന്നുമില്ലെന്ന് വനം വകുപ്പ്. 2 ആനകൾ ചരിഞ്ഞത് അസുഖം മൂലം. ഒരു കുട്ടിയാന ചരിഞ്ഞത് കടുവയുടെ ആക്രമണത്തിൽ. വിശദമായ വാർത്തയിലേക്ക്. തൊടുപുഴ നഗരസഭാ ചെയർമാനായി UDF-ലെ കെ ദീപക് തെരഞ്ഞെടുക്കപ്പെട്ടു. 12-നെതിരെ 14 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ദീപക് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എതിർ സ്ഥാനാർത്ഥി LDF-ലെ മിനി മധുവിന് 12 വോട്ട് കിട്ടി. ആകെ 26 കൌൺസിലർമാരാണ് ചെയർമാൻ വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അതേസമയം ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP-യുടെ 8 അംഗങ്ങളും വിട്ടുനിന്നു. വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ PSC നിയമനം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിനിടെ ഒരാൾ കുഴഞ്ഞു വീണു. വരുന്ന 19-ാം തീയതി കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് അനിശ്ചിതകാല നിരാഹാര സമരവുമായി സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധം തുടരുന്നത്. ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആകെ ഇപ്പം നിലവിൽ 232 ഫ്രഷ് വേക്കൻസിയും 60 NJDക്കുമാണ് നിയമനം നടന്നിട്ടുള്ളത്. MLA-മാർ, MP-മാർ, മന്ത്രിമാർ എല്ലാവരെയും കണ്ടിട്ടും ആരുടെ ഭാഗത്തുനിന്നും നമുക്ക് അനുകൂലമായിട്ട് ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ലിസ്റ്റിനുകൾ അപേക്ഷിച്ച് വളരെ ചെറിയ നിയമനം മാത്രമേ നമ്മുടെ ലിസ്റ്റിൽ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ ലിസ്റ്റുകളിൽ ഇതുവരെ പോലീസിന്റെ WCPO ലിസ്റ്റിൽ നിന്ന് ഒരു 800-ലധികം കുട്ടികൾക്ക് എല്ലാ വർഷവും നിയമനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ആകെ നിയമനം കിട്ടിയത് 292 നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ എത്ര പേരാണ് ഇങ്ങനെ നിരാഹാരം കിടക്കുന്നത്? 4 പേരായിരുന്നു നിരാഹാരം കടന്നിരുന്നത്. ഇന്നലെ രാത്രി ഒരു കുട്ടീനെ വീക്കായിട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഒരു കുട്ടി കുഴഞ്ഞു വീണു, അതിനെ കൊണ്ടുപോയി. അതായത് 968 പേരുടെ ലിസ്റ്റിൽ ഏതാണ്ട് 268 പേർക്ക് മാത്രമാണ് ഇതിനോടകം ആകെ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരായി നിയമനം ലഭിച്ചിരിക്കുന്നത്. ശേഷിക്കുന്നവരെ 19-ാം തീയതിക്ക് മുൻപ് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകും മുമ്പ് പരമാവധി ആളുകൾക്ക് നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതകൾ ഇവിടെ പ്രതിഷേധവുമായി അനിശ്ചിതകാല നിരാഹാര സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം സമാനമായ തരത്തിൽ ഇതേപോലെ PSC-യിൽ ലിസ്റ്റിൽ ഇടം പിടിച്ച സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഉദ്യോഗാർത്ഥികളും സമാനമായ തരത്തിൽ വലിയ പ്രതിഷേധമായി ഇവിടെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴും നിരവധി പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ അടക്കം നൽകിയിട്ടും അനിശ്ചിതത്വം തുടരുകയാണ് എന്നാണ് നിരാഹാരം അനുഷ്ഠിക്കുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൊച്ചിയിൽ റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾക്ക് വടക്കേ ഇന്ത്യൻ തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇനി 6 പേരെ കൂടി പിടികൂടാനുണ്ട്. ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാറിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് തട്ടിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ട്രെയിനിൽ നിന്ന് ഒഡീഷ സ്വദേശികളുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത തമിഴ്നാട്ടുകാരൻ പിടിയിൽ. ദിണ്ടിഗൽ സ്വദേശി വെട്രിവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രെയിനിൽ അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ പ്രതി തട്ടിയെടുത്ത് കടന്നുകളയുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർമാർക്കും നാട്ടുകാർക്കും തോന്നിയ സംശയമാണ് കുഞ്ഞിനെ കണ്ടെത്താൻ വഴിയൊരുക്കിയത്. ഇന്നലെ രാത്രി 12:30-യോടെയാണ് സംഭവം. ഒഡീഷയിൽ നിന്ന് ആലുവയിലേക്കുള്ള ടാറ്റാ നഗർ എക്സ്പ്രസിലാണ് ദമ്പതികൾ വന്നിരുന്നത്. കമ്പാർട്ട്മെന്റിൽ ആളുകൾ കുറവായതിനാൽ ഹമീസ കുഞ്ഞിനൊപ്പം സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞിനെ വെട്രിവേൽ തട്ടിയെടുത്തത്. തൃശൂർ എത്തിയപ്പോഴാണ് കുട്ടിയെ കാണാതായത് ദമ്പതികൾ അറിയുന്നത്. ദമ്പതികൾ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനായുള്ള അന്വേഷണം ആരംഭിച്ചു. എന്നാൽ കുഞ്ഞിനെ എവിടെ വെച്ചാണ് കാണാതായതെന്ന് ഉറക്കത്തിലായതിനാൽ അറിയാനായിരുന്നില്ല.
കുഞ്ഞിന്റെ ചിത്രം കാണിച്ച് തെരച്ചിൽ പോലീസ് ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് വാവിട്ട് കരയുന്ന കുഞ്ഞുമായി ഒരു യുവാവിനെ ഒലവക്കോട് കാണുന്നത്. സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഇടപെടലാണ് കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിച്ചത്. കുഞ്ഞ് യുവാവിന്റേതാണോ എന്ന ചോദ്യത്തിന് മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് ആദ്യം അതെ എന്ന് ഉത്തരം പറഞ്ഞു. പിന്നാലെ നിങ്ങളുടെ കുഞ്ഞാണെങ്കിൽ എടുത്തോളൂ എന്നായിരുന്നു വെട്രിവേൽ നൽകിയ മറുപടി. ഇതോടെ നാട്ടുകാർ യുവാവിനെ തടഞ്ഞുവെച്ച് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ ദിണ്ടിഗൽ സ്വദേശി വെട്രിവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. നിലമ്പൂർ ഉൾക്കാട്ടിൽ 3 ഇടങ്ങളിലായി 3 കാട്ടാനകളെ ഇന്നലെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വഴിക്കടവ് റേഞ്ചിലുള്ള കരുളായി, മരുത, കാരക്കോട്, പുത്തരിപ്പാടം വനമേഖലകളിലാണ് ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ സംഭവങ്ങളിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. 2 ആനകൾ അസുഖം കാരണവും ഒരു കുട്ടിയാന കടുവയുടെ ആക്രമണത്തിലുമാണ് ചരിഞ്ഞത്. ആലപ്പുഴ കറ്റാനത്ത് മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഭരണിക്കാവ് സ്വദേശി മുഹമ്മദ് നാഫിൽ, നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. തഴവാമുക്ക് റോഡിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ബസ്സുകളും വാനും കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്ക്. 2 KSRTC ബസ്സും പാൽ വാനുമാണ് കൂട്ടിയിടിച്ചത്. 3 വാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു. ഒന്നിനു പുറകെ മറ്റൊന്ന് ഇടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും വന്ന ഫാസ്റ്റ് യാത്രക്കാരെ ഇറക്കവേ തൊട്ടുപുറകെ വന്ന ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് നിർത്തിയിട്ടിരുന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ച ശേഷം മരത്തിലിടിച്ച് നിർത്തുകയായിരുന്നു. അമിത വേഗവും അപകട കാരണമായെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കോഴിക്കോട് കക്കാടംപൊയിൽ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി 7 വയസ്സുകാരന് ദാരുണാന്ത്യം. കൂട്ടിലങ്ങാടി പഴമള്ളൂർ അഷ്മിലാണ് മരിച്ചത്. ഏതൻസ് ഗാർഡൻ എന്ന റിസോർട്ടിലാണ് അപകടം. അപകടം നടന്ന ഉടൻ കൂടരഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അപകട മേഖലയിൽ വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ച് ടൂറിസം വകുപ്പ്. വർക്കല പാപനാശം തീരത്ത് മുൻപ് അപകടമുണ്ടായിടത്ത് തന്നെയാണ് പുതിയ പാലം നിർമ്മിച്ചത്. പഠനത്തിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും പാലം സ്ഥാപിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടം. ടൂറിസം വികസനത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ഇതുൾപ്പെടെ മറ്റ് നിരവധി വിനോദോപാധികളും ഇവിടെ സ്ഥാപിച്ചു. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ശക്തമായ തിരമാലയിൽ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. ഇതോടെയാണ് ഇവയുടെ സുരക്ഷയിൽ ആശങ്ക ഉയർന്നത്. അപകടമുണ്ടായ അതേ സ്ഥലത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാനാണ് നീക്കം. അവർക്ക് ഈ കൊണ്ടുവരുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന അവരുടെ ഇഷ്ടം പോലെ ഒരു സൂപ്പർവിഷനും ഇല്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇങ്ങനെ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് ഇത് പറയാനുള്ളത്, ഈ വർക്കല ടൂറിസം വികസിക്കുന്നതോടൊപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വർക്കല ടൂറിസം വികസിക്കൂ. പക്ഷേ ഇതൊക്കെ ആവശ്യമാണ്, ജനങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്. പക്ഷേ ആദ്യം ഇതിനുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. NITയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പരിശോധനയ്ക്കായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ചത് എന്നാണ് തമിഴ്നാട് തൃച്ചി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ വാദം. അപകടം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പാപനാശം ബലിമണ്ഡപത്തിന് സമീപത്തായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ ശക്തമായ തിരമാലയിൽപ്പെട്ട് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതോടെ ശ്രമം ഉപേക്ഷിച്ചു. അപകടമുണ്ടായാൽ പരിക്കേറ്റവരെ ആംബുലൻസിൽ എത്തിക്കണമെങ്കിൽ തീരത്തു നിന്നും 300 മീറ്ററിൽ ഏറെ ദൂരം മണലിലൂടെ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് കണക്കിലെടുക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. കൃത്യതയോടെയുള്ള പഠനങ്ങൾ നടത്തി മാത്രമേ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നും വീണ്ടും ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 വർക്കല. CPM നിയന്ത്രണത്തിലുള്ള പാലക്കാട് തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. അനധികൃതമായി സ്വർണ്ണപ്പണയം ഉൾപ്പെടെ നടന്നതായും ആരോപണമുണ്ട്. സംഘത്തിനെതിരെ നിക്ഷേപകർ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. വാർദ്ധക്യകാലത്ത് ലഭിച്ച പെൻഷൻ തുകയാണ് ഞാങ്ങാട്ടിരി മാട്ടായ സ്വദേശി പാത്തുമ്മ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. റംസാൻ കാലത്ത് പണത്തിനായി സംഘത്തിൽ കയറിയിറങ്ങിയെങ്കിലും നിക്ഷേപത്തുക ലഭിച്ചില്ല. ഞാന് എന്റെ വയറ് ഒത്തിരി കൂടി കിട്ടാണ്ട്
അത് മേടിക്കാലോചിച്ചിട്ടാണ് ഈ വന്നിട്ട് വെയിലും കൊണ്ടിട്ടാണ് ഈ നോമ്പിന് നിറഞ്ഞിരുന്നത്. അത് ഓള് കുറേശ്ശെ തന്ന് ബാക്കി അടച്ചിട്ടു. ഇപ്പൊ കേസ് ആയപ്പോ മരുന്നാക്കി ഇത് അടച്ചിട്ടു, തുറക്കണേ ഇല്ല. മകളുടെ ഭർത്താവ് മരിച്ചപ്പോൾ നാട്ടുകാർ സഹായിച്ച പണമാണ് പ്രദേശവാസി ഫാത്തിമക്കുട്ടി നിക്ഷേപിച്ചത്. മാസങ്ങളോളം സംഘത്തിൽ കയറിയിറങ്ങി, രക്ഷയില്ല. കുട്ടമകളുടെ മാപ്പിള മരിച്ചിട്ട് ആൾക്കാർ വീടിന് സഹായിക്കാൻ വേണ്ടിയിട്ട് 500 10 തന്നിട്ടുള്ളതാണ്. ആ പൈസ ഒരു 1.25 ലക്ഷം രൂപ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സമയം 3 മാസത്തിനാണ് ഇട്ടുണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വന്നപ്പോൾ പൈസ കിട്ടിയില്ല. ഇവിടെ ഇല്ല, കേസ് കൊടുത്തോളാൻ പറഞ്ഞു. നോമ്പ് നോറ്റ് ഉംറയ്ക്ക് പോകാനായി പണം പിൻവലിക്കാൻ എത്തിയ സുഹറ നിരാശയോടെയാണ് മടങ്ങിയത്. കുട്ടിയുടെ കുടുക്കയിൽ നിന്നുള്ള പണമടക്കമാണ് ഇവർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. 20,000 രൂപ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടിയുടെ ഒരു ചെറിയൊരു ഉണ്ടിക ഉണ്ടല്ലോ, അത് പൊളിച്ചിട്ട് അതും ഒരു 15,000 രൂപ അതുകൊണ്ട് കൂട്ട് ഇനി പലിശ അടക്കം കിട്ടുകയാണെങ്കിൽ 10-40 രൂപ അടുത്തുണ്ടാവും. ഞാനൊരു ഉമ്രക്ക് ഈ മാസം പോകാൻ വേണ്ടി, നോമ്പിന് പോകാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബറോട് കൂടി കാലാവധി, നവംബറിൽ ചെന്നു. അപ്പോൾ പറഞ്ഞ് ആയിട്ടില്ല, ഒരു മാസം കൂടി ഉണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ അവൾ പറഞ്ഞ് അപ്പോഴാണ് ഈ സംഭവം ഇവിടെ അറിയുന്നത്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഞങ്ങൾ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ബാങ്ക് പൊളിയാൻ പോകണമെന്നും അറിഞ്ഞില്ല. അപ്പോഴാണ് ഇങ്ങനെ തരാ അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി പൊളിയാണ് എന്ന് പറഞ്ഞു. ഞാങ്ങാട്ടിരി മാട്ടായിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലാണ് നിക്ഷേപ തട്ടിപ്പ്. CPMന്റെ നിയന്ത്രണത്തിലാണ് സ്ഥാപനം. നിക്ഷേപത്തുക പിൻവലിക്കാനായി ബാങ്കിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചിരുന്നു. ഇതോടെയാണ് ക്രമക്കേട് പുറത്തറിഞ്ഞത്. നിരവധിയായിട്ടുള്ള ആളുകൾ പരാതിയുമായി പോലീസിലേക്ക് ചെല്ലുമ്പോൾ ആ പരാതി ഒന്ന് സ്വീകരിച്ച് FIR ഇടാൻ പോലും ഈ നാട്ടിലെ പോലീസ് സ്വമേധയാ തയ്യാറാകുന്നില്ല. ആഴ്ചകളോളം അവരുടെ പരാതിയിന്മേൽ ഒരു പോലീസ് FIR ഇടാതെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ക്രമക്കേട് പുറത്തായതോടെ ബാങ്ക് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി. പണം കിട്ടാതായതോടെ 14 പേർ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു. ചിലർ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായുള്ള സഞ്ജയ് പദ്ധതിയിലും നിരവധി പേർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളും കാവുകളും പൂരോത്സവത്തിന്റെ ലഹരിയിലാണ്. ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ പൂരോത്സവത്തിന്റെ പ്രധാന ആകർഷണം പൂരക്കളിയാണ്. ആ കർമ്മങ്ങളൊക്കെ ഭംഗിയാമണം നിർവഹിച്ചോളെ മുൻകൈ പിടിക്കാന്നൊക്കെ വേണ്ട. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് വടക്കിന്റെ മണ്ണിൽ പൂരോത്സവം. പൂരോത്സവം പെൺകുട്ടികൾക്ക് കാമദേവനെ പൂജിക്കുന്നതാണെങ്കിൽ കളരിച്ചുവടുകൾ കിഴകിച്ചേർന്നിരിക്കുന്ന പൂരക്കളി ആണുങ്ങളുടെ മെയ്യഭ്യാസ പ്രകടനം കൂടിയാണ്. പൂരോത്സവത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം പൂരക്കളിയും അനുബന്ധ ചടങ്ങുകളും തുടങ്ങും. ക്ഷേത്രങ്ങൾക്ക് പുറത്തു നിർമ്മിച്ച പന്തലുകളിലാണ് പൂരക്കളി. പിലിക്കോട് കണ്ടത്തൽ തറവാട്ടുമുറ്റത്തെ പന്തലിലാണ് കരക്കക്കാവ് വാല്യക്കാരുടെ പൂരക്കളി പരിശീലനം. ഒരു മാസം നിലനിൽക്കുന്ന കളിയിൽ അവസാന ദിവസമാണ് പന്തൽ കളിമാറുന്നതെന്ന് പറയുന്നത്. പന്തൽ കളിമാറുന്ന ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് പൂരക്കളി ആരംഭിക്കുകയും വൈകുന്നേരം നാടകയോഗ്യം മറ്റു ചടങ്ങുകളും നടക്കുന്നു. ഗണപതിപ്പാട്ട്, രാമായണം തുടങ്ങിയ കളികളോടെയാണ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പൂരക്കളി പരിശീലനത്തിന് സമാപനമാകുന്നത്. പരിശീലനത്തിനിടെ ഉറഞ്ഞെത്തുന്ന ദേവനർത്തകർ മൊഴി പറഞ്ഞ ആചാരസ്ഥാനികരെയും പണിക്കാരെയും കളിക്കാരെയും അനുഗ്രഹിക്കും. 7 നാളത്തെ പൂരോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലും കാവുകളിലും രോഹിണി നാളിലാണ് പന്തൽ കളിമാറൽ. അടുത്ത ദിവസം കഴകം കയറി ക്ഷേത്ര തിരുമുറ്റത്ത് പൂരക്കളി തുടങ്ങും. സവിശേഷ ദിനങ്ങളിൽ പൂരക്കഞ്ഞിയും ഒരുക്കും. ന്യൂസ് 18 പിലിക്കോട്. നാട്ടിലിറങ്ങുന്ന ആനകളെ തിരികെ കാട് കയറ്റുക എന്നത് ശ്രമകരമായ ജോലിയാണ്. പടക്കം പൊട്ടിച്ചും ആളുകൾ ബഹളം വെച്ചുമൊക്കെയാണ് ഇവയെ സാധാരണ തുരത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആനയെ തുരത്താനുള്ള മാർഗം സ്വീകരിക്കുകയാണ് ഇടുക്കി ദേവികുളം RRT സംഘം.
ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ കൈയടക്കിയിരിക്കുകയാണ് കാട്ടാനകൾ. കാലങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള പടയപ്പയും ചക്കക്കൊമ്പനുമെല്ലാം വലിയ ആശങ്കയാണ്. പലപ്പോഴും ആനയെ തുരത്താൻ നാട്ടുകാർ പടക്കം പൊട്ടിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. കാട് കയറുന്ന ആന ഉടൻ മടങ്ങിയെത്തുന്നു. ഇതോടെയാണ് RRT സംഘം പുതിയ ചില പരീക്ഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. ഇരയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കടുവ പുറപ്പെടുവിക്കുന്ന ഭയാനകമായ ശബ്ദമുണ്ടാക്കിയാണ് ദേവികുളം RRT സംഘത്തിന്റെ പ്രതിരോധം. ഇര തേടുന്ന കടുവയുടെ ശബ്ദം ആനകൾ ഭയപ്പെടുന്നുവെന്നും ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്നും RRT സംഘാംഗങ്ങൾ പറയുന്നു. ഇത് ഈ ഒരു മ്യൂസിക് ആണ് സിസ്റ്റമാണ്. ഇതെന്ന് വെച്ചാൽ കടുവയുടെ ഒരു സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ആനയെ ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കുറവായിരുന്നു. ഈ KDCP കമ്പനിയുടെ സഹകരണത്തോടു കൂടി ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിന് ഈ ഇടയ്ക്ക് നമ്മളിത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ ആനക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് ഈ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഈ കടുവ ഒരു മൃഗത്തിനെ കാട്ടിൽ ആക്രമിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങളുള്ള കൂട്ടം കേൾക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പതിവായി കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് മൂന്നാറും പരിസരവും. ഇവിടെ RRT സംഘം 24 മണിക്കൂറും കാട്ടാനകളെ തുരത്താൻ ജോലിയെടുക്കേണ്ടതുണ്ട്. പടക്കം പൊട്ടിച്ചുള്ള പ്രതിരോധ മാർഗമാണ് സ്വീകരിക്കാറ്. എന്നാൽ ഇത് ആനകളെ കൂടുതൽ പ്രകോപിതരാക്കും. കടുവയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിലൂടെ ഇതിനുള്ള സാധ്യത കുറയ്ക്കുകയും ദിവസവും പടക്കം വാങ്ങുന്നതിനായി വരുന്ന പണച്ചിലവ് ഒഴിവാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 ഇടുക്കി. 5 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ 10 ലക്ഷത്തിലധികം പേർ കണ്ട ഒരു കാഴ്ചയിലേക്കാണ് ഇനി. പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ സലാഡാണ് വൈറലായത്. പഠനോത്സവത്തിന്റെ ഭാഗമായാണ് പരീക്ഷ കഴിഞ്ഞ് അവസാന പ്രവൃത്തി ദിനത്തിൽ കുട്ടികൾ മഹാസലാഡ് തയ്യാറാക്കിയത്. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മഹാസലാഡിന്റെ വീഡിയോ ഒരു കുട്ടിയുടെ അമ്മയാണ് മൊബൈലിൽ പകർത്തിയത്. ആ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് റീലാക്കി ഷെയർ ചെയ്യുകയും ചെയ്തു. പാട്ട് ചേർത്ത് മിക്സ് ചെയ്ത് റീലാക്കി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യം 5 ദിവസം കൊണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടു. മോളുടെ സ്കൂളിൽ പഠനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പം കുട്ടികൾ ഒരു മെഗാ സാലഡ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മകളും അതിൽ ഉള്ളതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. ആ വീഡിയോ എടുത്ത് ഞാൻ ടീച്ചറിന് കൊടുത്തു. പക്ഷെ അത് മറ്റൊരാൾ റീലാക്കിയിട്ട് ഇത്ര ലക്ഷം ആൾക്കാർ കണ്ടെന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. ഉച്ചഭക്ഷണത്തിനൊപ്പം നൽകാൻ വേണ്ടി SKV ഹൈസ്കൂളിലെ 5ാം ക്ലാസ്സിലെ 15ഓളം വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും പച്ചക്കറികൾ തയ്യാറാക്കി കൊണ്ടുവന്നാണ് സ്കൂളിൽ വെച്ച് സാലഡ് തയ്യാറാക്കിയത്. ന്യൂസ് 18 കായംകുളം. ഭോപ്പാലിലെ മ്യൂസിയത്തിൽ കാഴ്ചയുടെ കൗതുകമാകാൻ കാസർഗോഡ് പടനയിൽ നിന്നുള്ള വസ്തുക്കളും പരമ്പരാഗത കേരളീയ വീടുകളുടെ മാതൃകകൾ തീർക്കാനാണ് തെങ്ങിൻ തടികളും ഓലയും എത്തിക്കുന്നത്. നരവംശ ശാസ്ത്ര മ്യൂസിയത്തിലേക്കാണ് ഇവ കൊണ്ടുപോകുന്നത്. ഭോപ്പാലിലുള്ള നരവംശശാസ്ത്ര മ്യൂസിയമായ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ് സംഗ്രഹാലയത്തിലാണ് കേരളത്തിലെ പരമ്പരാഗത വീടുകളുടെ മാതൃകകൾ ഒരുക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടിലുകളും 4 കെട്ടിന്റെ മാതൃകകളുമാണ് മ്യൂസിയത്തിൽ നിർമ്മിക്കുന്നത്. ഇവ നിർമ്മിക്കുന്ന കലാകാരന്മാർ നീലേശ്വരം എരിക്കുളത്തെ 10 പേരാണ്. ഇതിനായി 10,000-ഓളം മെടഞ്ഞ ഓലകളും 30 തെങ്ങിൻ കഴുക്കോലുകളുമാണ് പടന്നയിൽ നിന്നും ഭോപ്പാലിലേക്ക് കയറ്റി അയച്ചത്. ലോക്കലി जो मटेरियल होता है वहाँ से परचेस करके जो आर्टिस्ट होते हैं उनके माध्यम से उस मटेरियल को बनवाते हैं, तैयार कराते हैं. उस तैयार मटेरियल को आर्टिस्टों के माध्यम से ही हम लोग उसको रेनोवेशन और कंस्ट्रक्शन कराते हैं जो ट्रेडिशनल हाउस टाइप होते हैं. इस तरीके से हमारे म्यूज़ियम में देश के लगभग 75 हाउस टाइप को हम लोगों ने प्रिजर्व करके उसको कंजर्वेशन करके रखा हुआ है. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 30ഓളം സ്ത്രീ തൊഴിലാളികളാണ് ഓല മെടഞ്ഞ് തീർത്തത്. 1 മാസം കൊണ്ടാണ് ആവശ്യമായ മുഴുവൻ ഓലകളും സമാഹരിച്ച് മെടഞ്ഞു തീർത്തത്. ഇന്ത്യയിലെ മനുഷ്യപരിണാമത്തിന്റെയും സംസ്കാരത്തിന്റെയും കഥകൾ പറയുന്ന മ്യൂസിയം ഭോപ്പാലിലെ ഷാംല ഹിൽസിൽ 200 ഏക്കറോളം സ്ഥലത്താണ് നിലനിൽക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയ അധ്യാപകനെ തേടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിലെത്തി. പ്രിയ അധ്യാപകന്റെ ശിക്ഷണത്തിലായിരുന്ന 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മെഗാ പുനർജനി ക്യാമ്പിലെ മികച്ച പുനർജനി കേഡറ്റായി ആര്യ തെരഞ്ഞെടുക്കപ്പെട്ടത്.
നാഷണൽ സർവീസ് സ്കീം മുൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ തന്റെ 27 വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാസം വിരമിക്കുകയാണ്. 2009 മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ ഇദ്ദേഹം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 2016-17 തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്ത് NSS വോളണ്ടിയർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ. പ്രിയ അധ്യാപകന്റെ ശിക്ഷണത്തിലായിരുന്ന 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മെഗാ പുനർജനി ക്യാമ്പിലെ മികച്ച പുനർജനി കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവ് മനസ്സിലാക്കിയ പ്രിയ അധ്യാപകനുമായി ജീവിതത്തിൽ ഇപ്പോഴും ബന്ധം തുടർന്നു പോരുന്നു. അധ്യാപക ജീവിതത്തിൽ നല്ല മാതൃക സൃഷ്ടിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ ഓർക്കുന്നത് പോലെ തന്നെ ഒരു സമൂഹം തന്നെ ഓർക്കുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇവിടെ വന്നെത്തിയിട്ടുള്ള മുഴുവൻ പേരും. ജബ്ബാർ സാറിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യക്തിപരമായി പല അനുഭവങ്ങളും പറയാനുണ്ട്. NSSൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച കോഴിക്കോട് പുനർജനി ക്യാമ്പിന്റെ ഭാഗമായ ഒരുപാട് പേർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. കുറ്റിപ്പുറം ടെക്നിക്കൽ സ്കൂളിൽ നടന്ന യാത്രയയപ്പ് പരിപാടിയിൽ എത്തിയവർക്ക് വിത്ത് നൽകിയാണ് ഡോക്ടർ അബ്ദുൾ ജബ്ബാർ സ്വീകരിച്ചത്. വിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയും പരിപാടിയിൽ പൂർണ്ണസമയം പങ്കെടുത്തുമാണ് ആര്യ രാജേന്ദ്രൻ മടങ്ങിയത്. ന്യൂസ് 18 തിരൂർ. ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രസവിച്ച ആട് എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശി ലിനു പീറ്റർ വളർത്തുന്ന ആട്ടിൻകുട്ടി. കനേഡിയൻ പിഗ്മി വിഭാഗത്തിലുള്ള ഈ പെണ്ണാടിന്റെ ഉയരം വെറും 40 സെന്റിമീറ്റർ മാത്രമാണ്. അധ്യാപകൻ കൂടിയായ ലിനു 15 വർഷം മുൻപാണ് കനേഡിയൻ പിഗ്മി ഇനത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത്. ഇപ്പോൾ 3 ആണാടും 5 പെണ്ണാടും 20 കുഞ്ഞുങ്ങളുമുണ്ട്. ഇണ ചേർക്കുമ്പോൾ ഓരോ തവണയും ഓരോ ആണാടിനെയാണ് ഉപയോഗിക്കുക. വംശഗുണം നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊക്കം കുറഞ്ഞ ആടിന്റെ കുട്ടിക്ക് ഇപ്പോൾ 6 മാസം പ്രായമായി. ഗിന്നസ് അധികൃതർ നൽകിയ നിയമാവലി അനുസരിച്ചാണ് രേഖകൾ തയ്യാറാക്കിയത്. അപേക്ഷ നൽകി 21-ാം ദിവസം ലിനുവിന്റെ ആടിന് ഗിന്നസ് റെക്കോർഡും ലഭിച്ചു. ശരിയെന്ന് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് ഇത്രയും ഗിന്നസ് കിട്ടിയത്. 21 ദിവസം കൊണ്ട് അപ്ലൈ ചെയ്തു. നമ്മൾ റിപ്പോർട്ടുകളെല്ലാം അയച്ചു. 21-ാമത്തെ ദിവസം കേരളത്തിലെ ആദ്യത്തെ ആളാണ്. സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആടിന്റെ പ്രായം, ബ്രീഡ്, അളവുകൾ എല്ലാം രേഖപ്പെടുത്തിയത്. വിവിധ പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്ന ലിനുവിന്റെ ഫാമിന് മേൽനോട്ടം വഹിക്കുന്നത് ഭാര്യ അനു ജോസും വിദ്യാർത്ഥികളായ ലൂത്, ലിനറ്റ് എന്നിവരും ചേർന്നാണ്. കുഞ്ഞനാടിനെ തേടി ഗിന്നസ് റെക്കോർഡ് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബവും പ്രദേശവാസികളും. ന്യൂസ് 18 ഇടുക്കി. കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അടിമറ്റുത്ത മഠം സുരേഷ് ഭട്ടതിരി, മേൽശാന്തി രാകേഷ് വാസുദേവ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. കെട്ടുകാഴ്ച വരവ്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ഈ മാസം 13-ന് ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. IT പഠനത്തിന് വിദ്യാലയങ്ങൾ ഉപയോഗിക്കുന്ന ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നായി 36 അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. വിദ്യാലയങ്ങളിലെ IT പഠനത്തിന് ഉപയോഗിക്കുന്ന ഉബുണ്ടു സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട പട്ടാമ്പി ഉപജില്ലാതല പരിശീലനമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. അടുത്ത അധ്യയന വർഷത്തിൽ പുതിയ സോഫ്റ്റ്വെയറാണ് IT പഠനത്തിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലിറ്റിൽ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ രാജീവ്, കൈറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിവേക് എന്നിവർ ക്ലാസ് എടുത്തു. സ്കൂളിൽ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഉബുണ്ടുവിന്റെ 22.04 വേർഷൻ ഇൻസ്റ്റലേഷനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്നത്. അടുത്ത കൊല്ലം മുതൽ ഹൈസ്കൂളുകളിൽ 8, 9, 10 പാഠഭാഗങ്ങളെല്ലാം പുതിയ OS-ൽ, അതായത് ഉബുണ്ടുവിന്റെ 22.04 OS-ലാണ് വരാൻ പോകുന്നത്. ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർ സ്കൂൾ IT കോർഡിനേറ്റേഴ്സ് എന്നിവർക്കാണ് പരിശീലനം. ഉപജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നായി 36 അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം ഒരുങ്ങുന്നു. 3 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറി.
പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ചു തുടങ്ങിയ കൊപ്പം പോലീസ് സ്റ്റേഷൻ വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 3 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങി. അടുത്ത ആഴ്ചയോടെ നിർമ്മാണ പ്രവൃത്തികളും തുടങ്ങും. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് മുൻവശത്തെ 50 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. അതിനുശേഷമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത്. 2017 സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത്. 2018 കരിങ്ങനാടുള്ള വാടക കെട്ടിടത്തിൽ സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇതോടൊപ്പം സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനുള്ള തുകയും ബജറ്റിൽ അനുവദിച്ചിരുന്നു. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീളുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ സ്ഥലം 2022 ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത്. ഇതിന്റെ നടപടിക്രമങ്ങൾക്കും കാലതാമസമുണ്ടായി. ഇതിനിടെ ഈ സ്ഥലത്ത് കെട്ടിടം വരുന്നതുമായി ബന്ധപ്പെട്ട് പരാതികളും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പോലീസുകാർ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉള്ള ആളുകളായിരിക്കും. അവരുടെ സമ്മർദ്ദം കുറക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ, അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള, അവർക്ക് വിശ്രമം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനായിരിക്കും കൊപ്പത്ത് യാഥാർത്ഥ്യമാകുന്നത്. അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ അതും ഉണ്ടാകും. കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മുതലാണ് തുടങ്ങിയത്. ഇത് പൂർത്തിയാവുന്നതോടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവൃത്തികളും തുടങ്ങും. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമാകുന്നത്. സമയബന്ധിതമായി തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാകും. കൊപ്പം, കുലുക്കല്ലൂർ, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ. ന്യൂസ് 18 പാലക്കാട്. കോതമംഗലം നിധി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ, കോതമംഗലം മാർ ബെസേലിയോസ് ദന്തൽ കോളേജ്, കാരിത്താസ് എന്നിവയുടെ സഹകരണവുമുണ്ട്. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് ക്യാമ്പ്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ സെന്റ് തോമസ് ഹാളിലാണ് ക്യാമ്പ് നടക്കുക. ചികിത്സയും മരുന്നും ലാബ് ടെസ്റ്റുകളും സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പീസ് വാലിയുടെ നിർഭയ സെന്റർ ഫോർ വുമൺ ഇൻ ഡിസ്ട്രസ് നാടിന് സമർപ്പിച്ചു. അതിജീവിതകളുടെ പുനരധിവാസമാണ് ലക്ഷ്യമിടുന്നത്. 10 വാർഡുകളിലായി 150 പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലിയാണ് പദ്ധതി നാടിന് സമർപ്പിച്ചത്. സമീർ പൂക്കുഴി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. നിർഭയ കേന്ദ്രത്തിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റിന്റെ ആദ്യ വിൽപ്പന ഡോക്ടർ മുഹമ്മദ് കാസിം നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോർട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.